എല്ലാ സിനിമയിലും ഒരേ അഭിനയ എന്നിട്ടാണ് എന്ന് പറഞ്ഞ് സൈജു ചേട്ടനെ പറ്റിയൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഞങ്ങൾ സൈജു കുറുപ്പ് ഫാൻസ് അസ്വസ്ഥരാണ്. എന്താണ് അങ്ങനെങ്കിലും ഫാൻസ് ഇത് ഷെയർ ചെയ്താൽ മതി. ചേട്ടാ, ഞാൻ അടുത്തൊരു പടത്തിലൊരു ഡബിൾ റോൾ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, എന്താ ചേട്ടൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, നീ ആദ്യം ഒരു വേഷം മര്യാദക്ക് ചെയ്തു. കറക്റ്റ് വെച്ച് മോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സിനിമയൊക്കെ വേണം സാധനം. അപ്പൊ എന്റെ ഉള്ളില് നല്ല കുട്ടി എന്നാ പിന്നെ വേണ്ട. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു പാട്ട് അറിയാവുന്ന ഒരാളായിട്ട് ജനിപ്പിക്കണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. സുരേഷേട്ടാ, ഇനിയൊരു മണിരത്നം കോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വിളിച്ചാ പുള്ളിക്ക് കൊള്ളാം. ഫ്ലാസ്ക് മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ വി ഹാവ് 5 ഗസ്റ്റ്. അപ്പൊ ഈ അറ്റത്തുനിന്ന് ഞാൻ തുടങ്ങട്ടെ. സൈജേട്ടാ, രാഹുൽ, സുരേഷ് ഏട്ടാ, സിദ്ധാർത്ഥ് ആൻഡ് അശ്വതി, വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. ഇതിൽ ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് താങ്കളെയായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, പെട്ടെന്ന് പേര് ഞാൻ പിന്നെയാണ്. ഡയറക്ടറോട് ഞാൻ ചോദിച്ചു തുടങ്ങട്ടെ. കുഞ്ഞു കുഞ്ഞു വീഡിയോസ്, ഇതിന്റെ പ്രൊമോഷണൽ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. നന്നായിണ്ട്, രസമായിണ്ട്, അങ്ങനെ തന്നെ പൊക്കോട്ടെ. പക്ഷെ അതിൽ എനിക്കൊരു പ്രതിഷേധമുണ്ട്. അതിൽ ഒരു വീഡിയോയുടെ അവസാനം എല്ലാ സിനിമയിലും ഒരേ അഭിനയ എന്നിട്ടാണ് എന്ന് പറഞ്ഞ് സൈജു ചേട്ടനെ പറ്റിയൊരു ഡയലോഗ് പറയുന്നുണ്ട്. ഞങ്ങൾ സൈജു കുറുപ്പ് ഫാൻസ് അസ്വസ്ഥരാണ്. എന്താണ് ആരാണ് ആ ഡയലോഗ് എഴുതിയത്? അങ്ങനെങ്കിലും ഫാൻസ് ഇത് ഷെയർ ചെയ്താൽ മതി. ആരാണ് ആ ഡയലോഗിന് പിന്നിൽ? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുള്ള ഇത് ബേസിക്കലി അത് ഈ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത് പറ്റുന്നത്. ഈ വീഡിയോസിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം കളിയാക്കുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അത് ഇതൊരു ചെറിയ ഭയങ്കര ഇന്റിമേറ്റ് ഫാമിലി ഗ്രൂപ്പ് ആണ് സത്യത്തിൽ. അതുകൊണ്ടാണ് അത് പറ്റുന്നത്. ബാക്കി എവിടെയെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ അതുകൊണ്ട് സൈച്ചറിന്റെ അടുത്ത് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത് കൊണ്ടും അങ്ങനെ. പിന്നെ അതൊരു ഞങ്ങൾ ആദ്യം ആ 2 റീല് ചെയ്തതേ ഉള്ളൂ. അത് പടം അനൗൺസ് ചെയ്യാൻ വേണ്ടി ചെയ്യാം എന്നുള്ള ഐഡിയയിലാണ് അത് ചെയ്തത്. പക്ഷെ പിന്നീട് ഇതിന്റെ റീച്ച് കണ്ടപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇതൊരു സീരിയസ് ആയിട്ട് ചെയ്യാം എന്നുള്ള ഇത് വന്നത്. അത് സിനിമയ്ക്ക് ഇപ്പം ഇതുവരെ ഇന്റർവ്യൂ എടുക്കുമ്പോഴും എല്ലാരും അതാ ആദ്യം ചോദിക്കുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് ചുള്ളിക്കാടൻ ഒരു കവിയിൽ നിന്നും റീൽ സ്റ്റാറിലേക്ക് അതെ. അപ്പം അത് ഒരു സിനിമയ്ക്ക് അത്യാവശ്യം റീച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. സുരേഷ് ഏട്ടാ, ഞാനുണ്ടല്ലോ സുരേഷ് ചേട്ടനെ, അതായത് പണ്ട് സ്കൂളിൽ അതായത് അത്യാവശ്യം പ്രായമുണ്ട്, എന്നാലും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിരുന്ന സമയത്ത് ഈ സിനിമകളൊക്കെ കണ്ടിട്ട് ഞാൻ സുരേഷ് ചേട്ടന്റെ സ്വപ്നം വരെ കണ്ടിട്ടുണ്ട്. പേടി സ്വപ്നാണ്. അതായത് ഈ ആക്രമിക്കാൻ വരുന്ന ഗ്രൂപ്പിൽ പരിചയമുള്ള ഒരു മുഖം സുരേഷ് ചേട്ടനാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു ബേസിക്കലി. പക്ഷെ ഈ പേടി മാറിയത് എപ്പോഴാന്ന് പറയാം, ഞാൻ ഒരു ദിവസം ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ സെന്റ് ജോസഫ് സ്കൂളില്ലേ, ഗേൾസ് സ്കൂള്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വീട്ടിലേക്ക് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ, അത്യാവശ്യം ഈ ജോഗിങ് ഒക്കെ ഇടുന്ന പോലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കയറി പോവാ. അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ നോക്കിയപ്പോ ഇവള് ഗേറ്റ് തുറന്ന് അകത്ത് കയറി തിരിഞ്ഞു നിന്നിട്ട് ബസ്സിലേക്ക് നോക്കി ചിരിച്ചു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊള്ളാലോ, സുന്ദരനാണല്ലോ, കണ്ടോലില്ലോ, ഇത് മറ്റേ പുള്ളിയില്ലേ എന്ന് വിചാരിച്ചു. അപ്പൊ വീട്ടിൽ ചെന്നിട്ട് ഞാൻ എന്റെ ചിറ്റമാരല്ലോ 3 ചിറ്റമാർ, അപ്പൊ ഇവരോട് ചെന്ന് പറഞ്ഞു, ഞാനേ ആ സിനിമയിലെ മറ്റേ പുള്ളിനെ കണ്ടു, കാണുന്ന പുള്ളി എന്നല്ലോ, പുള്ളി സൂപ്പറാ, ഭയങ്കര സുന്ദരനാന്ന്. അപ്പൊ എന്റെ ചിറ്റപ്പത്തിന് പുള്ളി ചിരിക്കോ ചിരിക്കൊക്കെ ചെയ്യോ എന്ന്. അതായത് അത്രയും ഒരു നെഗറ്റീവ് സാധനം ഉണ്ടാക്കിയിരുന്ന ആള് ഇപ്പൊ സുരേഷിന്റെ വീഡിയോസിന്റെ താഴ്ത്ത് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ്, കണ്ണൊക്കെ ചൊമ്പിച്ച് മനുഷ്യന്മാരെ പേടിപ്പിച്ചോണ്ടിരുന്ന മനുഷ്യനാ ഇപ്പൊ ഫുള്ളിരുന്ന് ചിരിയാന്ന്. എങ്ങനെയുണ്ട് അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ ഇപ്പൊ കിട്ടുന്ന ഈ ഒരു യങ് വൈബ് ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? ട്രാൻസ്ഫോർമേഷൻ ശരിക്കും എനിക്കുണ്ടായിട്ടുള്ളതല്ല, സിനിമയിലുണ്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പണ്ട് ഈ കാക്കി ഇട്ടാൽ കുറച്ചു കാലം കാക്കി തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ എന്നോ കണ്ണ് ചോപ്പിച്ചു, പിന്നെ അകത്തോട്ട് കണ്ണ് ചോപ്പിക്കൽ എന്നെ പരിപാടി, എന്നും കണ്ണ് ചോപ്പിക്കുക. എനിക്ക് വേണ്ടി തന്നെ തൃപ്പൂണിത്തുറയെന്ന് ഈ ചുണ്ടപ്പൂ ഹോൾസെയിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് മേക്കപ്പ് മാൻമാര് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് 2 കണ്ണിൽ ഇട്ട് തരും, വായിലൊരു മുറുക്കാൻ ഇട്ട് തരും, ചിലപ്പോ ഒരു ഉണ്ണി ഉണ്ടാവും. അപ്പൊ അങ്ങനെ സ്ഥിരം അത് ശീലമായി മാറി. പിന്നെ നമ്മളൊരു മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ചുണ്ടപ്പൂ എടുത്താൽ ഞാൻ തന്നെ ഇടാൻ തുടങ്ങിയതൊക്കെ. എക്സ്പേർട്ടായി കാര്യങ്ങളൊക്കെ. കഥകളി പെർഫോമറിന്റെ അവർ യൂസ് ചെയ്യുന്ന സാധനമാണത്. കണ്ണിന് നല്ലതാണത്. പക്ഷെ ചില സമയത്ത് ചില സാധനം നല്ല സ്ട്രോങ് ആയിരിക്കും. ആ ചോപ്പ് മാറാൻ ചിലപ്പോൾ 2-3 ദിവസം എടുക്കും. അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ റെസ്റ്റോറന്റിൽ പോയി ഇരുന്ന് കഴിഞ്ഞാല് കാണുന്ന കാഴ്ച കണ്ണൊക്കെ പഴുത്തിട്ട് ഇങ്ങനെ രാത്രി മുഴുവൻ വെള്ളം അടിച്ചിട്ട് അല്ലെങ്കിൽ രാവിലെ തന്നെ വെള്ളം അടിച്ചു വന്നിരിക്കാന്നൊക്കെ ആൾക്കാർ കരുതുക. പക്ഷെ നമ്മുടെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ അറിയത്തുള്ളൂ. ഇത് കണ്ടിന്യൂറ്റി ആണ്. ആ പടം കഴിയുന്നവരേക്കും നമ്മൾ ഇട്ടേ പറ്റൂ.
ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഏറെക്കുറെ സുരേഷ് കൃഷ്ണ എന്ന് പറയുന്ന ആക്ടർ ആസ് എ ഹ്യൂമൻ എങ്ങനെയാന്ന് അറിയാലോ. പുള്ളി ചില്ലാണ്, അപ്രോച്ചബിൾ ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. അന്ന് അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ആൾക്കാർ പേടിച്ച് മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിണ്ട. ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇതുപോലെ. ഇപ്പൊ നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ മഞ്ഞ് പോലൊരു പെൺകുട്ടി എന്നുള്ള സിനിമ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സിനിമകളൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആയിരുന്നു അതൊക്കെ. അങ്ങനെ എനിക്ക് തിയേറ്ററിലൊക്കെ നല്ല മറ്റേ കരുമാരക്കുട്ടനൊക്കെ തിയേറ്ററിൽ തന്നെ നല്ല പേര് വിളിച്ചിട്ടുണ്ട് ആൾക്കാര്. അത് ആ എഫക്റ്റീവ് ആയിട്ടാണ് അത്രയും നന്നായി ചെയ്തിട്ട് ഇങ്ങനെ തുണി ഊരിയിട്ടൊക്കെ അടിക്കുന്ന ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഭയങ്കര തെറിവിളിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഞാനും മണി നല്ല അടുപ്പുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇവന്മാർക്ക് അറിയാം, ആരോട് പറയും ഇവന്മാരോട് ആരോടാ നീ മടിച്ചായിട്ട് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അന്നും റിയൽ ലൈഫിൽ ഞാൻ ഇതൊക്കെ തന്നെയായിരുന്നു. അത് പുറത്ത് കാണിക്കാനായിട്ട് അന്നൊന്നും ഇങ്ങനത്തെ ഈ പ്രൊമോഷൻ പരിപാടികളൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഏതെങ്കിലും മറ്റേ പ്രിന്റിങ് മീഡിയയിലൊക്കെ ആയിരിക്കും അധികം വരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ആരാണ് ഇയാൾ എന്നുള്ളതിനെ പറ്റി ശരിക്കും അറിയാത്തവരായിരിക്കാം. അത് നേരെ തിരിച്ചാണ് സൈചേട്ടന്റെ കേസ്. സൈചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ കാണുമ്പോ തൊട്ട് സൈചേട്ടൻ ഇങ്ങനെ ഒരു പാവം, ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹം തോന്നുന്നു. ഇപ്പൊ ലാസ്റ്റ് അഭിലാഷം ഉൾപ്പെടെ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ക്യാരക്ടേഴ്സാ. സൈചേട്ടന് തോന്നുന്നില്ല ഒരു ഫുൾ ലെങ്ത് നെഗറ്റീവ്, പക്ക നെഗറ്റീവ് ഒരു സാധനം ചെയ്യണമെന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളില്ല? ഉണ്ട്. അങ്ങനത്തെ ഒരു സബ്ജക്ട് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. ആ നമ്മുടെ അഭിലാഷ് പിള്ളയുടെ അസിസ്റ്റന്റ് റൈറ്റർ ഉണ്ട്, ബിബിൻ എന്ന് പറഞ്ഞ. ബിബിൻ ചെയ്യുന്ന ഒരു സിനിമ, എഴുതുന്ന ഒരു സിനിമ. അതില് പ്രൊട്ടാഗണിസ്റ്റും ആന്റഗോണിസ്റ്റും ഞാൻ തന്നെയാണ്. അത് ഇതില് പ്രമോല് പറഞ്ഞ പോലെ ഡബിൾ റോളാ? അല്ലല്ല, ഡബിൾ റോൾ അല്ല. ഇയാളുടെ ത്രൂ ആണ് കഥ പോകുന്നത്. ഇയാള് പക്ഷെ വില്ലനാണ്. അതെ. അങ്ങനത്തെ ഒരു സാധനം കറക്റ്റ് ടൈമിലാ ഞാൻ ചോദിച്ചത്. മോഹം ഇപ്പോഴും ഉണ്ടല്ലേ? ഡബിൾ റോൾ മോഹം ഇപ്പോഴും ഉണ്ട് ജഡ്ജിന്റെ. സൈജു കുറെ മുമ്പ്, ഇപ്പോഴല്ല കുറെ മുമ്പ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞതുപോലെ, ചേട്ടാ ഞാൻ അടുത്തൊരു പടത്തിൽ ഒരു ഡബിൾ റോൾ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്, എന്താ ചേട്ടന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് നീ ആദ്യം ഒരു വേഷം മര്യാദ ചെയ്തിട്ട് ശരിക്കും ഇവരുടെ പാസ്റ്റിലുണ്ടായ ഒരു ഇൻസിഡന്റ് ഇത് എനിക്കറിയാം. അത് വെച്ച് ഞാൻ അത് മാർക്കറ്റ് ചെയ്തു. ആദ്യം ഒരു വേഷം മര്യാദ ചെയ്തിട്ട് പോലെ ഡബിളൊക്കെ എടുക്കൽ. ഇതിപ്പോ സിദ്ധാർത്ഥിന്റെ കേസ് പറയുമ്പോ എങ്കപ്പാത്താലും നീ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. തിയേറ്ററിൽ പോയി ഏത് സിനിമ കണ്ടാലും ഇതിപ്പോ എത്രാമത്തെ സിനിമ ഈ പ്രാവശ്യം റിലീസ് ആവുന്നത്? അതായത് ഈ മാസങ്ങളിലായിട്ട് ഇനി എത്ര റിലീസ് ആവുന്നുണ്ട്? കുറച്ചു നാൾ എന്നെ കണ്ടില്ലല്ലോ. ഇനിയിപ്പോ അങ്ങനെ വരാൻ പോകുന്നുണ്ടല്ലോ. അതാണ് ഞാൻ ചോദിച്ചേ, അല്ലേ ഇവിടെ നോക്കിയാലും എല്ലാത്തിലും ഉണ്ടല്ലോ എന്ന്. ഇതിലെ കാര്യം പറ, ഫ്ലാസ്കില് യു ആർ ദ മാവോയിസ്റ്റ് അല്ലേ? അല്ലെ, തോക്കൊക്കെ പിടിച്ച് ചില്ലറ കളിയൊന്നല്ല. പറ, ഫ്ലാസ്കിനെ പറ്റി പറ. അടിപൊളി വേഷമാണ്. ഈ പറഞ്ഞ പോലെ ഒരു നല്ല ഡിഫറെന്റ് ആയിട്ട് കറക്റ്റ് മാച്ചിട്ടോ, കറക്റ്റ് മാച്ച് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെയിൻ ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. വളരെ മനോഹരമായിട്ട് സിദ്ധു ചെയ്തിട്ടുണ്ട്. ഗുഡ് ജോബ്. അശ്വതി, കമ്മിങ് ടു യു. ഒരുപാട് കാലം മുന്നേ മീഡിയയുടെ ഭാഗമായിട്ടുള്ള ആളാണല്ലോ, ഇപ്പൊ ആർജി ആയിട്ടാണെങ്കിലും ഒക്കെ. ഇതിനു മുന്നേ ഓഫറുകളൊന്നും വന്നിട്ടില്ല? അതായത് സിനിമയിലേക്ക് അഭിനയിക്കാൻ വായോ എന്ന് പറഞ്ഞിട്ട്. എന്താ ഇത്ര ലേറ്റ് ആയി അഭിനയിക്കാൻ? ആങ്കറിങ് ചെയ്തു തുടങ്ങിയ സമയത്ത് ഇതുപോലെ കുറച്ച് നല്ല വിളികളൊക്കെ വന്നിട്ടുണ്ട് ആ സമയത്ത്. എന്നിട്ട് എന്താ ചെയ്യാന്ന്? എന്തുകൊണ്ട് പറ്റിയില്ല അങ്ങനെയല്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞതുപോലെ മോള് ചെറുതായിരുന്നു. അപ്പൊ ഈ ലൊക്കേഷനുമായിട്ട് എനിക്ക് ഷൂട്ടിന് പോകുമ്പോ തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ ഭയങ്കര ഞാൻ സ്ട്രഗിൾ ചെയ്യായിരുന്നു. അപ്പൊ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലോങ് സമയവും അതൊക്കെ കൊടുക്കേണ്ട ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ എനിക്കത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല, അതൊരു കാര്യം. പിന്നെ ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുകൊണ്ട് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടല്ലോ. ഇനി അഭിനയിച്ച് കഴിയുമ്പോൾ കയ്യിൽ നിന്ന് പോകുമെന്ന് അറിയില്ല, അപ്പൊ അങ്ങനെയുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലും സിനിമയോട് അത്ര വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലായിരുന്നു ആ ഒരു സമയത്ത്. പോസിറ്റീവ് റെസ്പോൺസ് സിനിമയൊക്കെ വേണം എന്നുള്ളൊരു സാധനം. അപ്പൊ എന്റെ ഉള്ളില് നല്ല കുട്ടി എന്നാ പിന്നെ വേണ്ട, എന്നാ പിന്നെ താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ. ഭർത്താവല്ലോ കേട്ടോ, ഭർത്താവ് ഒരിക്കലും അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അതുണ്ട്. ഹസ്ബൻഡ് എല്ലാ കാലത്തും എനിക്ക് ഇഷ്ടമുള്ളത് ആ ഒരു ആവാം, എന്തുവേണമെങ്കിലും ആവാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഓഫർ വരുമ്പോ ഞാനിങ്ങനെ വീട്ടിലൊക്കെ എല്ലാരെയും വിളിച്ച് ചോദിക്കും. ഞാൻ ആ ടിപ്പിക്കൽ പീപ്പിൾ പ്ലീസർ ആയിരുന്നു.
എല്ലാരും വിളിച്ചു ചോദിക്കും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ തന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ശരി ഒന്നും ആവശ്യമില്ല, ഞാനും അതിനെ പറയാൻ വിളിച്ചേ എന്നുള്ള ലൈനായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിളിച്ചിട്ട് എല്ലാവരോടും പറഞ്ഞത് ഇങ്ങനെ പരിപാടി ഉണ്ട് കേട്ടോ, ഞാൻ ചെയ്യാണേ. അതായത് അവർക്ക് തിരിച്ചൊന്നും കൗണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പോലും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ഇവോൾവ് ആവുന്നുണ്ട്. അതെ അതെ അതെ. നേരത്തെ ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നല്ലോ, അതായത് അത്ര കൊമേഴ്ഷ്യൽ അല്ലാത്തൊരു സിനിമ, പിന്നെ ഒരു കൊമേഴ്ഷ്യൽ സിനിമ, പിന്നെ അത്ര കൊമേഴ്ഷ്യൽ അല്ലാത്തൊരു സിനിമ. അത് മാറ്റിയോ? അങ്ങനെയില്ല, ശരിക്കും ഇല്ല. ഇനിയാണെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് സിനിമ ചെയ്യാനുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കഥ കിട്ടിയാൽ ഞാൻ പോയി ചെയ്യും. അങ്ങനത്തെ ശരിക്കും ആ ആലോചന അങ്ങനെ ഒരു ഫോർമാറ്റിലല്ല ചെയ്യുന്നത്, സംഭവിച്ചു പോയതാണ്. അപ്പം ആദ്യത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴാണ് എനിക്കൊരു കൊമേഴ്ഷ്യൽ സിനിമയുള്ള അവസരം കിട്ടിയത്. അപ്പം ആ സിനിമ എന്നിട്ട് തിയേറ്ററിൽ വിജയിച്ചില്ല. ഡാഗിനി എന്ന് പറഞ്ഞ സിനിമയാണ്, അത് തിയേറ്ററിൽ വിജയിച്ചില്ല. അപ്പം വീണ്ടും അടുത്തൊരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ കുറേയും കൂടെ സമയമെടുക്കും പിന്നെ അത് ഇത് ചെയ്യാൻ. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ഒരു ചെറിയ സമയം കിട്ടിയപ്പോൾ എനിക്ക് അതിനകത്തൊരു ചെറിയ സിനിമയാണ് ഞാൻ ചെയ്തത്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോ വീണ്ടും കൊമേഴ്ഷ്യൽ അവാർഡുകളാണ്. അല്ലല്ല, സത്യത്തിൽ അതല്ല. ഞാൻ ഈ അപ്പം എന്താണോ നടപടി ഉള്ളത്, അതെ, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ വർഷങ്ങളായി എഴുതിയ സ്ക്രിപ്റ്റുകൾ എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റാത്തതുണ്ട്. വലിയ സ്കെയിലിൽ മൗണ്ട് ചെയ്യേണ്ട അങ്ങനത്തെ പ്രോജക്ട്സ് അതിനുവേണ്ടി ശ്രമിക്കാഞ്ഞിട്ടല്ല, ശ്രമിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. എന്നാ ഇത് ശരിക്കും പ്ലാൻഡ് ആയിരുന്നു എന്ന് വെച്ചാൽ ഇതല്ല. ഞാൻ ചെയ്യായിരുന്ന മറ്റൊരു സിനിമയാണ്. അപ്പൊ അതിന്റെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് മാറിപ്പോയി. അപ്പം എന്തോ ഇതാ നടക്കുന്നത്. അപ്പൊ നാളെ ഇപ്പൊ എന്ത് അവസരം കിട്ടുന്നു അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ, ഫോർമാറ്റ് ഇല്ല. ഞാൻ ഈ സിനിമയുടെ, അതായത് ഇപ്പൊ പ്രൊഡക്ഷൻ ആണെങ്കിൽ അഭിനയിക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. ഞാൻ ഈ സിനിമയുടെ ഭാഗമായി എന്ന് പറയുന്ന ഒരു തോട്ട് ഉണ്ടല്ലോ, അത് സുരേഷ് ചേട്ടൻ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞു കേട്ടുള്ളത് അയ്യപ്പനും കോശിയിലാണ്. അതായത് ഒരു സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് പറഞ്ഞ പോലെ അതിന്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ ഇതിൽ അഭിനയിക്കുന്നില്ല ഒന്ന് തീരുമാനം എടുക്കുന്നത്. അത് ഷോർട്ട് ഹിറ്റ് പോലെ വന്ന സിനിമയാണ്. പണ്ട് നമ്മൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് അതെന്താ അത് വേണ്ടാന്ന് വെച്ചാൽ അതിലൊരു ക്യാരക്ടർ അല്ല, ഒന്നാമത് അതും ഈ പറഞ്ഞ പോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പൊ അതിന് കാസ്റ്റിംഗ് എല്ലാം അങ്ങനെ തന്നെ വേണമെന്ന് എനിക്കൊക്കെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സച്ചി ആദ്യം എഴുതുന്നത് തൊട്ടിട്ട് സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് വരെയും ഞാൻ അതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അവസാനം ആദ്യം വായിച്ച് കേൾക്കുന്നതും ഞാനാണ്. അപ്പോൾ പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ പൊതുവെ ഇവിടെ പല സിനിമാക്കാരും പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ഇപ്പൊ രാഹുലിന്റെ കൂടെ കുറച്ചു കാലം നടന്നു കഴിഞ്ഞാൽ രാഹുലിന്റെ അടുത്ത പടത്തിൽ വേഷം കെട്ടാൻ വേണ്ടി നടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ നെഗറ്റീവ് അങ്ങനെ ഇത് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഈ പടത്തിൽ ഞാൻ ഉണ്ടാവരുത് എന്നുള്ള എനിക്കൊരിതുണ്ടായിരുന്നു. പക്ഷെ ഫുൾ കാസ്റ്റിംഗിൽ ഞാൻ തന്നെ ഇരുന്നിട്ടുള്ളതും ഓക്കെ. സച്ചി നീട്ടിവെച്ച വേഷമായിരുന്നു അതില് ഡ്രൈവർ കുമാരൻ എന്നുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ അതെനിക്ക് ഞാൻ ചിലപ്പോൾ ഇച്ചിരി ഫാൻസി ഡ്രസ്സ് പോലെ കുറേയൊക്കെ നമ്മൾ ചെയ്ത് എൻ്റെ ഒരു ഫിസിക്ക് വെച്ചിട്ടൊരു ടാക്സി അല്ലെങ്കിൽ കാർ ഡ്രൈവർ വല്ലപ്പോഴും ഒരു ഡയലോഗ് മാത്രമേ വരത്തുള്ളൂ, എന്നാൽ എല്ലാ ഫ്രെയിമിലും ഇയാൾ ഉണ്ടാവും ചെയ്യും. അപ്പൊ അത് വേണ്ട, അത് ഞാനൊക്കെ അന്ന് ചിന്തിച്ചത് ടി ജി രവി ചേട്ടനെ പോലുള്ള അല്ലെങ്കിൽ അത്തരം ഒരു അച്ഛന്റെ ഡ്രൈവർ ആയിരുന്നു ഇയാൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അത് കറങ്ങി തിരിഞ്ഞാണ് ലാസ്റ്റ് കോട്ടയം രമേശ് അതിലേക്ക് എത്തിയത്. പിന്നെ പൃഥ്വിരാജിന്റെ അച്ഛന്റെ വേഷം അതും ഭയങ്കര ടഫായിട്ടുള്ളൊരു സംഭവമാണ്. അത് സിദ്ദിഖായിരുന്നു ആദ്യം ചെയ്യേണ്ടത്, വിജയരാഘവൻ പിന്നീടുണ്ടായിരുന്നു. അതെല്ലാം മാറി മാറി ലാസ്റ്റ് എന്നെ വീണ്ടും നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല. അങ്ങനെ ലാസ്റ്റ് രഞ്ജേട്ടൻ ആ വേഷം ചെയ്യുന്നത്. പോലീസുകാരന്റെ വേഷം അതുണ്ടായിരുന്നു. അപ്പൊ സച്ചി തന്നെ പറഞ്ഞ നീ കുറെ പോലീസ് വേഷം ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പൊ അത് അവൻ സജസ്റ്റ് ചെയ്തില്ല. അതായത് കാരണം വെച്ചാൽ അന്ന് അത്രയും സീൻസ് ഇല്ല ഈ ക്യാരക്ടറിന്. വേറൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ വന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ അങ്ങോട്ട് അയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അത്. അപ്പൊ അയാളുടെ സീൻസ് കുറെയൊക്കെ പിന്നീട് ഈ അനിൽ നെടുമങ്ങാടിന് വന്നു. അപ്പൊ ഈ ക്യാരക്ടർ അങ്ങനെ വലുതായതാണ്. ക്യാരക്ടർ വലുതായി. ഓക്കെ. ഇപ്പൊ ഇതില് ജഡ്ജിനെ കുറിച്ച് പറയൂ. ആള് സാധാരണ കാണുന്ന പോലെ ഒന്നും അല്ല, ഇച്ചിരി ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ള ജഡ്ജാണ് എന്നൊക്കെയാണ് ട്രെയിലറിൽ കാണിച്ചത്. ജഡ്ജിനെ പറ്റി കിട്ടിയൊരു ഔട്ട്ലൈൻ എന്തായിരുന്നു? ജഡ്ജിനെ പറ്റിട്ടോ? ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ എനിക്ക് 10-15 തവണ വായിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അടി എവിടെ നിന്നൊക്കെ കിട്ടുന്ന കൃത്യമായിട്ട് അറിയാം. പണ്ടത്തെ പോലെ അല്ല. പണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, പണ്ട് നേരത്തെ ചെല്ലുമ്പോ ആദ്യം ഫൈറ്റ് സീക്വൻസ് ആണ് എടുക്കുക. അപ്പൊ ഏത് സൈഡിൽ നിന്ന് അടി വരും, ഇവർ എന്തിനാ അടിക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, എവിടെന്നോ അടി മേടിച്ച് കൂട്ടുന്നത്. അപ്പൊ ഇപ്പൊ അത് അറിയാം അല്ലെ? അതെ അതെ. ഇല്ല, അന്നും അറിയാം നമുക്ക്. പണ്ട് അന്നും അടി കിട്ടുന്ന അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ പോകുന്നത് നമുക്ക്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഫിസിക്കൽ അധ്വാനങ്ങളൊന്നുമില്ല. കുറച്ച് ഓട്ടവും ചാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനു വേണ്ടി എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഞാൻ ആ ലുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കുറച്ച് ചില വർക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ലുക്കിലേക്ക് എനിക്ക് വരാൻ പറ്റി.
പിന്നെ നമ്മൾ വേറൊരു ചെറിയ സ്ലാങ് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കോൺട്രിബ്യൂഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നന്നായി. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടറാണ് ഈ വെങ്കടേഷ് ബാലാജി എന്ന് പറയുന്നത്. ഇപ്പം ഒരുപാട് സിനിമകളില് വില്ലനായിട്ടും അതല്ലാണ്ട് ഇപ്പം ഞാൻ ഈ വില്ലൻ സിനിമകളൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ പട്ടണത്തിൽ സുന്ദരൻ കാണുന്നത്. ആ, അപ്പൊ എനിക്ക് എവിടെയോ പട്ടണത്തിൽ സുന്ദരൻ കണ്ടപ്പോ തോന്നുന്നത് സുരേഷ് ചേട്ടൻ അങ്ങനത്തെ ഒരാളാണ്. അതായത് പട്ടണത്തിൽ സുന്ദരിലെ ക്യാരക്ടർ ഇല്ലേ, അതെ. അത് ഭയങ്കര, അതായത് ഭയങ്കര പെർഫെക്റ്റ് അതില് ആയിട്ട്. ഭാര്യയുടെ സാരിയൊക്കെ അടിയിൽ ഫ്രില്ലൊക്കെ ആ, പിടിച്ചു കൊടുക്കുന്ന ആ, ക്യാരക്ടറാണ് ഞാൻ. അങ്ങനത്തെ ശരിക്ക് സുരേഷ് ചേട്ടന്റെ യഥാർത്ഥ ക്യാരക്ടറുമായിട്ട് ഒരു സിമിലാരിറ്റി ഉള്ള ക്യാരക്ടറാണോ അത്? നോ, ഞാൻ വീട്ടിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. വീട്ടിലങ്ങനെ ചെയ്തിട്ടില്ല അതാ അത് എടുത്തു പറഞ്ഞത്, അതെ, ഞാൻ അങ്ങനെയൊക്കെ വീട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വീട്ടിലൊക്കെ അങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അല്ല, ഇത് നമ്മൾ അറിയില്ല, അതായത് ഒരു കുടുംബത്തില് നമുക്ക് പെർഫെക്റ്റ് മകൻ, പെർഫെക്റ്റ് ഭർത്താവ്, പെർഫെക്റ്റ് ചേട്ടനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ. അതൊക്കെ ആയിരിക്കാം, ഞാനല്ല പറയേണ്ടത്. എന്നാലും എനിക്ക് അറിയാം ഞാൻ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഓക്കെ, അപ്പൊ എനിക്ക് തോന്നിയതിൽ തെറ്റില്ല. ഞാൻ ഒരു ഇപ്പൊ വിശ്വസിക്കില്ല, ഞാൻ 3 നേരം സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഷൂട്ടില്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക, പാത്രം കഴുകുക, തുണി അലക്കാനിടുക, ഈ വക പരിപാടി ചെയ്യുന്ന ആളാണ് ഞാൻ. എല്ലാരും ചെയ്യുന്നുണ്ടായിരിക്കാം, ആ. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ വലിയ അത്ഭുതമാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ എന്നൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ. അതാ പഴയ മറ്റു പേടികൊണ്ടാ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നത്. അതങ്ങ് പതിഞ്ഞുപോയി, യുനോ, അത് മനസ്സിലങ്ങ് സെറ്റ് ആയി പോയിന്ന്. സഹിച്ചേന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണേ, ഞാൻ സിലിണ്ടർ ബുക്ക് ചെയ്യാൻ പറഞ്ഞത് ബുക്ക് ചെയ്തിട്ടില്ലെന്ന്. സത്യത്തിൽ റിയൽ ലൈഫിൽ ഈ വക പണികളൊക്കെ ചെയ്ത് ശീലമുണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി ഇപ്പൊ സുരേഷ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനും ചെയ്യാറുള്ളതാണ്. ആ, പിന്നെ മറ്റേ സാധനം ഇല്ലേ, സാരി മറ്റേ pleats. സാരിയുടെ ഫ്ലീറ്റ്സ് റെഡിയാക്കല്, അത് ഞാൻ അമ്മയുടെയും ചെയ്യാറുണ്ട്, വൈഫിന്റെയും ചെയ്യാറുണ്ട്. പിന്നെ ഗ്യാസിന്റെ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ സെൻട്രലൈസ്ഡ് ആണ്. ആ. അപ്പൊ അപ്പൊ അതൊന്നും നമ്മൾ കുഴപ്പമില്ല. അന്വേഷിക്കാം. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു 6 മാസം മുമ്പ് വരെയും ഞാൻ ഡയലോഗ് കുടിച്ചോണ്ടിരിക്കുകയായിരിക്കും രാവിലെ. അപ്പൊ മിക്കവാറും ഈ കണ്ടിട്ടുണ്ടോ, എല്ലാ വീട്ടിലും ഗ്യാസ് കയറുന്നത് രാവിലെ ആയിരിക്കും. ചിലപ്പോ ക്ലാസ് സ്കൂളിലൊക്കെ പോകാൻ കറക്റ്റ് ആ സമയത്തായിരിക്കും. അപ്പൊ ഞാൻ രാവിലെ ഇവിടെ 8 മണിക്ക് ഡയലോഗ് പഠിച്ചോണ്ടിരിക്കുകയായിരിക്കും സീനിന്. അപ്പൊ അമ്മയുടെ കോൾ വരും, എടാ ഗ്യാസ് ഒന്ന് ബുക്ക് ചെയ്തേക്ക്. പിന്നെ ഞാൻ വെച്ചാൽ എന്റെ നമ്പർ അവിടെ ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്റെ ഇതിൽ നിന്ന് വിളിച്ചാല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗ്യാസ് ബുക്കിങ്ങും എല്ലാം ഞാൻ തന്നെയാണ്. ഓരോ കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുക, എന്റെ ചേർത്തല വീടിന്റെ, എന്റെ ഓഫീസിന്റെ, എന്റെ ഫ്ലാറ്റിന്റെ, ഇതൊക്കെ അപ്പം ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അത് ഈ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എന്റെ ഇടയ്ക്കായിരിക്കും ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിന്റെ ബില്ല് കൊടുക്കുക, ബില്ലടക്കില്, പാലിന്റെ ബില്ലടയ്ക്കല്, പിന്നെ അതിനിടയ്ക്ക് വൈഫ് വിളിക്കും, ഗൂഗിൾ പേ ചെയ്തേക്ക്, മറ്റേ അയൺകാരന്റെ കാശ് 200 രൂപയായിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ഗൂഗിൾ പേ ചെയ്തേക്ക്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഗൂഗിൾ പേ. പക്ഷെ നമ്മൾ ഫ്ലാസ്ക് ഷൂട്ട് ചെയ്യണ സമയത്ത് ഒരു 10-12 ദിവസം, എത്ര ദിവസം? 15 ദിവസം ഒന്നും നടന്നില്ല. ചിലവിടെ റേഞ്ചേ ഇല്ലായിരുന്നു. പക്ഷേ മഞ്ജു, വുഡ് യു ബിലീവ്, എനിക്ക് അന്ന് മനസ്സിലായി ഈ മൊബൈലിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഒന്നും സംഭവിക്കാനില്ല. നമ്മള് പണ്ട് മൊബൈൽ ഇല്ലാത്ത സമയത്തേക്ക് പോയി. അന്ന് നമുക്ക് ഒരാളെ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മാർഗ്ഗമില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ ഹി റീച്ചസ് വെയർ വി ആർ എക്സ്പെക്ടിങ് ഹിം. അപ്പൊ അത് പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഒരുപാട് സമയം കിട്ടുമെന്നേ. എന്തൊരു ടൈമാണ് നമ്മൾ ഈ റീൽസ് ഒക്കെ കണ്ട് വേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റീൽസ് ചെയ്ത് നമ്മുടെ പടത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ റീൽസിന്റെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റീൽസ് ചെയ്യണത് കാണാതിരിക്കരുത്, നിങ്ങൾ കാണണം. റീൽസ് കാണാതിരുന്ന ഞങ്ങൾക്കാണ് നഷ്ടം, ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ ഈ റീൽസ് കണ്ട ആൾക്കാരില് അധികം സ്വപ്നങ്ങളൊന്നും കാണുന്നില്ല, അധികം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. റീല് കണ്ട ആൾക്കാരില് ഒരു 25% ആൾക്കാര് തിയേറ്ററിൽ പോയി സിനിമ കണ്ടാൽ ഞങ്ങൾ സെറ്റാണ്. ഞങ്ങള് ചിലപ്പോ സേഫ് ആവില്ലായിരിക്കും, പക്ഷെ എന്നാലും നമ്മൾ ഓക്കെയാണ്. എന്താന്ന് വെച്ചാല് ഈ 25% ആൾക്കാർ പോയാൽ പടത്തിനെ പറ്റി നല്ലതേ പറയുള്ളൂ. ആൾക്കാർ വരാണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നം. ഇത് കണ്ടാലേ ആൾക്കാർ നല്ലത് പറയുള്ളൂ. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണുക. മഞ്ജു അല്ല കേട്ടോ, മഞ്ജു എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. ബാക്കിയുള്ള ആൾക്കാര്, ഈ തിയേറ്ററിൽ പോകാൻ മടി കാണിക്കുന്ന ആൾക്കാര്, ഇതൊരു എന്റർടൈനർ ആണ്. നിങ്ങൾ എന്താണ് USP എന്താണെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഫ്ലാസ്കിന്റെ എന്റർടൈൻമെന്റ്, ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ആണ്. അത് ആ ട്രെയിലറും ടീസറും ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ അതാണ്. അതായത് ചിരിച്ചു മറിഞ്ഞു കാണാൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓഡിയൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ, അതായത് നമ്മൾ ഭയങ്കര ത്രില്ലറും ആക്ഷനും ഒക്കെ വി നീഡ് ഇറ്റ്, പക്ഷെ സ്റ്റിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സിനിമകൾ വേണം എന്ന് നമ്മൾ പറയും പ്രേക്ഷകര്. ആസ് എൻ ഓഡിയൻ, നിങ്ങൾ തിയേറ്ററിൽ ഏറ്റവും സന്തോഷിച്ച അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന, കാണുന്ന, അങ്ങനെ പോയി കാണാൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനത്തെ സിനിമകളാണ്? എനിക്ക് ഹ്യൂമർ സിനിമകളോടാണ് താല്പര്യം. ഡെഫിനറ്റ്ലി സ്റ്റോറി വേണം. ഇപ്പം ചിത്രം പോലത്തെ ഒരു സിനിമയില്ല, ചിത്രം എന്ത് സിനിമയത് അല്ലേ? അല്ലെങ്കിൽ ഒരു നാടോടി കാറ്റ്,
സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനം അതായത് അതിൻ്റെ അകത്ത് പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഇമോഷൻസും കൂടെയുള്ള സിനിമകളാണ്. എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ രാംജി റാവ് സ്പീക്കിംഗ് ഇൻ ഹരിഹർ നഗർ ആ. അല്ലെ, കറക്റ്റ് ബ്ലെൻഡ് ആണ്. ഇമോഷൻസും ഉണ്ട്, ഹ്യൂമറിന് ഹ്യൂമർ, ഒരിക്കലും സ്ലാപ്സ്റ്റിക് അല്ല, സിറ്റുവേഷണൽ ഹ്യൂമർ ഉള്ള അല്ലെ. അപ്പൊ അങ്ങനത്തെ സിനിമകൾ കാണാനാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. പിന്നെ ഡെഫിനറ്റ്ലി ഞാൻ ഇപ്പം അയ്യപ്പനും കോശിയുടെ കാര്യം പറഞ്ഞു, ഞാൻ കോരിത്തരിച്ചിട്ടുണ്ട് അയ്യപ്പനും കോശി തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും. അങ്ങനത്തെ സിനിമകളും ഇഷ്ടമാണ്. മുംബൈ പോലീസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കോരിത്തരിച്ചു. എന്ത് ബ്രില്യൻ സ്ക്രിപ്റ്റ് ആണത് അല്ലെ. അത് ഹാൻഡിൽ ചെയ്യൽ വളരെ ഈസി അല്ല. പ്രതീക്ഷിക്കാത്തതാണ് അതിന്റെ മേക്കിങ്ങും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ജോണറിലുള്ള സംഭവങ്ങളും നമുക്ക് ഇഷ്ടമാണ്. സുമതി വളവ് എങ്ങനെയാ? ഫുൾ ഓൺ ഹൊറർ പരിപാടിയാണ്. സുമതി വളവ് ഹ്യൂമർ കം ഹൊററാണ്. അതെ അതെ. അപ്പൊ അത് ഞാൻ പടം മൊത്തത്തിൽ കണ്ടിട്ടില്ല. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഭാഗങ്ങളിലേ ഉള്ളൂ. എനിക്ക് കഥ അറിയാം. പക്ഷെ ഇടയ്ക്ക് 1-2 സീൻസ് ഒക്കെ ഞാൻ ലൊക്കേഷനുള്ളപ്പം എനിക്ക് കാണിച്ചു തന്നിരുന്നു. ഭയങ്കര രസമായിട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെ, അതൊരു എന്താണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു സൈജാറ്റിന് മാത്രം കിട്ടിയേക്കുന്ന ഭാഗ്യാന്ന് തോന്നി. ഈ 2 നമ്മുടെ മറ്റേ റെട്രോ പാട്ടുകൾക്ക് ലിപ്പ് കൊടുക്കാനും സൈജാറ്റിന്റെ പാട്ടുകൾ, അതും മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകൾ. ഈ പാട്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളാണോ? ഈ പാട്ട് പാടുന്ന സ്റ്റൈലൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീൽ വരും. പാട്ട് ആസ്വദിക്കാറുണ്ട്, പാട്ട് പാടാൻ അറിയില്ല. പക്ഷെ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു പാട്ട് അറിയാവുന്ന ഒരാളായിട്ട് ജനിപ്പിക്കണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ടഫായിരിക്കും. അത് കുറച്ച് പാടുന്ന പരിപാടിയാണ്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ, ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ദൈവം. എന്ന് വെച്ചാൽ ഈ നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തെ ലാലേട്ടൻ മറ്റേ നമ്പർ 20 മെഡ്രാസ് മെല്ലിൽ പറയുന്ന പോലെ ഈ പാട്ട് പാടുന്ന പയ്യന്മാരുടെ പുറകെ പെമ്പിള്ളേർ നടക്കുകയും അവരെ ആരാധിക്കുക കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തോന്നല്, നമുക്ക് ഈ പരിപാടി അറിഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡാൻസ് കളിക്കാനൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പം അത് നമ്മൾ സെന്റർ ഓഫ് അട്രാക്ഷൻ ആവുമല്ലോ. അപ്പൊ എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് എനിക്ക് ഒരു ഏരിയ ഇല്ലായിരുന്നു സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാനുള്ള. പഠിക്കാൻ ആവറേജ് അല്ലെങ്കിൽ അബോവ് ആവറേജ്. അപ്പൊ ഈ ക്രീമി ലെവലിൽ നിൽക്കുന്ന മറ്റേ മെറിറ്റിൽ വരുന്ന അല്ലെങ്കിൽ ടോപ്പ് ചെയ്യുന്ന അവർക്കാണ് ലൈം ലൈറ്റ് കിട്ടുന്നത്. പിന്നെ എന്തിന്റെ അകത്തെങ്കിലും ഇപ്പൊ ക്രിക്കറ്റ് ഞാൻ നല്ലപോലെ കളിക്കുമായിരുന്നു വെച്ചാല് മറ്റേ രഞ്ജി ലെവലിലേക്ക് പോകില്ലെന്ന് എനിക്കും അറിയാം. പിള്ളേരുടെ ഇടയിൽ ഞാൻ ടെന്നീസ് ബോളിലൊക്കെ പന്ത് ബാറ്റിൽ കൊള്ളും. സോ പിന്നെ എന്താണ് ചെയ്യേണ്ടത് സെന്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ വേണ്ടിട്ട് ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. നല്ലവനാ. അപ്പം എന്താണ് ഞാൻ ഇപ്പം ആ സമയത്തുള്ള അങ്കിളുമാരും ആന്റിമാരെയും കാണുമ്പോഴത്തേക്ക് അവരെ വിഷ് ചെയ്യുക. അപ്പൊ ഇന്നിപ്പം എന്റെ പിള്ളേർ ഉൾപ്പെടെ ബാക്കിയുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനെ കാണുമ്പോഴത്തേക്ക് ഹലോ അങ്കിൾ, ഗുഡ് മോർണിംഗ് അങ്കിൾ എന്നൊക്കെ പറയാറുണ്ട്. അന്ന് ആ പരിപാടിയൊന്നുമില്ല. ഞാൻ എന്താണ് നമസ്കാരം നമസ്തേ. അപ്പൊ അവിടെ നോർത്തിലായിരുന്നല്ലോ. എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയാല് അവരുടെ അച്ഛനും അമ്മയുടെയും കാലിൽ തൊഴുക. അല്ല അത് നോർത്തിലത് സാധാരണയായിട്ടുള്ള കാര്യമാണ്. ഇവന്മാർ എന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മയുടെ അച്ഛന്റെയും കാലിൽ തൊട്ട് തൊഴും. ഈ സശ്രീകാലെന്നൊക്കെ പറയുന്നതല്ലാണോ? നോർത്തിൽ എപ്പോഴും എൽഡേഴ്സിനെ പായലാകുന്നു. അങ്ങനെയാണ്. അപ്പം നമ്മുടെ നാട്ടില് കല്യാണം കഴിക്കണം അന്ന് മാത്രമായിരിക്കും നടുവേദന 10-50 കാരണന്മാരുണ്ടാവും. അയ്യോ, അതൊരു വല്ലാത്ത ചടങ്ങ് കേട്ടോ. ആ റെഡി ആയിട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ കാണുമല്ലോ അരയില് മറ്റേ മിക്കവാറും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്ന അല്ലേ? അല്ലേ? അതും സ്വർണ്ണം ഒറിജിനൽ. അത് മീശമാധവല് കാവ്യമാധവന് മാത്രം 10 പോയിന്റ് നമുക്കില്ല. നമുക്ക് വെറും അരപ്പെട്ട 150 രൂപ 350 രൂപ അത്രേ ഉള്ളൂ. അപ്പൊ ക്ലീൻ ബോയ് ഇമേജ് അതാണ്. അപ്പം ഞാൻ ക്ലീൻ ബോയ് എന്നുള്ളതല്ല, ഞാൻ അത്ര വലിയ ക്ലീൻ ബോയ് ഒന്നും അല്ലായിരുന്നു. ഈ ആൾക്കാര് എന്താണ് പറയാറുണ്ട് ക്ലീൻ, അത് അത്രയൊന്നും ക്ലീൻ ഒന്നും അല്ല ഞാൻ. പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോയി ഞാൻ. ഓക്കെ, ഇപ്പോൾ കേരളത്തിൽ നിന്നിട്ട് ആരെങ്കിലും കാല് പിടിക്കുകയാണെങ്കിൽ അവർ ചിലപ്പം ചീത്ത വിളിക്കും. അതെ, പക്ഷെ അവിടെ അത് ചെയ്തിരുന്നു. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അതായത് എന്റെ ഒരു കൂട്ടുകാരന്റെ ഒരാൾക്ക് പല ഫ്രണ്ട്സ് കാണുമല്ലോ, പലരും വീട്ടിൽ ചെല്ലുമല്ലോ. അതിനകത്ത് കൂട്ടുകാരുടെ അമ്മയച്ഛനും ഒക്കെ ഏറ്റവും ഇഷ്ടം സൈജു കുറുപ്പ് എന്ന് പറഞ്ഞ
മനസ്സിലായി. ആയിരുന്നു. അതായത് കൂട്ടുകാർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ദാറ്റ് കൂട്ടുകാരൻ, അവനെ പോലെ അവിടെ നമ്മുടെ പാരന്റ്സ് പറഞ്ഞ് ഞങ്ങളെ വെറുപ്പിക്കുന്ന ആ കൂട്ടുകാരൻ. യു ആർ ദാറ്റ് കൂട്ടുകാരൻ അല്ലേ? പഠിക്കാൻ ഇവരൊക്കെ എന്തെങ്കിലും നല്ലതായിരുന്നു പഠിക്കാൻ. അപ്പൊ ഒരിക്കലും എന്നെ പോലെ ആണോന്നും പറയില്ല. പക്ഷെ ഈ കമ്പാരിസൺ കേട്ടോ, ഈ കമ്പാരിസൺ എന്റെ വീട്ടുകാർ ചെയ്തിട്ടുണ്ട്. എന്റെ വീടിന്റെ അടുത്തുള്ള രാജേഷ് എന്നൊക്കെ പറഞ്ഞ എന്റെ ക്ലാസ്മേറ്റ്സ് രാജേഷിനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ എന്റെ പിള്ളേരോട് ചെയ്യാറില്ല. അതൊരു പാരന്റ് ആയി കഴിയുമ്പോൾ അത് ബ്ലഡിലും കലിഞ്ഞുണ്ടായി പോകുന്നതാണ്. അല്ല, പക്ഷെ ഞാനത് കോൺഷ്യസ് പാരന്റ്. ഞാൻ കോൺഷ്യസ്ലി ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യല്ല. ബിക്കോസ് അതൊക്കെ ഭയങ്കര നമുക്ക് എന്താ പ്രശ്നം അറിയാം, നമുക്ക് അയാളോട് ദേഷ്യം വരും. ഏത് ദേഷ്യമല്ല, അവസാനം നമ്മൾ രാജേഷും ആവില്ല, നമ്മളും ആവില്ല. മര്യാദക്ക് നമ്മളുടെ ട്രാക്കിലേക്ക് പോയാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇറ്റ്സ് ബിക്കമിങ്ങില് യൂഷ്വലി വരുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ബിക്കമിങ്ങില് ബുദ്ധിമുട്ടുള്ള, അതായത് ഒരു വെന്റ് ഔട്ട് ആവശ്യമുള്ള ആളുകളാണല്ലോ വരുന്നത്. അവർക്ക് സംസാരിക്കാൻ ഒരാളെ ആവശ്യമുള്ള. ഇപ്പൊ ഇവര് വന്ന് ഈ പറയുന്നതൊക്കെ എവിടെയോ നമ്മുടെ ഉള്ളിലും കേറുമല്ലോ. അപ്പൊ വാട്ട് ഈസ് യുവർ വെന്റ് ഔട്ട്? ഇതൊക്കെ ആരോടെ പോയി പറയാ? ഇതൊക്കെ എടുക്കണല്ലോ ഇങ്ങോട്ട്. അത് ഒരു കോച്ചിന് എന്തായാലും വേറൊരു പേഴ്സണൽ കോച്ച് ഉണ്ടാവണം ഡെഫിനറ്റ്ലി, അല്ലെങ്കിൽ നമുക്കൊരു തെറപ്പിസ്റ്റ് ഉണ്ടാവണം. നമ്മളിതെല്ലാം ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കൊന്നുമില്ല. നമ്മൾ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഒരാളെ കേൾക്കുക. പിന്നെ കേൾക്കുന്നതിന് നമ്മളൊരു ബൗണ്ടറി വെക്കും. ഇപ്പൊ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കേൾക്കില്ലല്ലോ. നമ്മളതിന് നമ്മുടെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ഉറപ്പായിട്ടും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വലിയ പ്രശ്നമായിരുന്നു. തുടക്കത്തിലൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്നിപ്പോ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ എനിക്കൊരു പെൺകുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവളുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞു. അവള് റാങ്കോട് കൂടി ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയാണ്. പക്ഷെ ഇപ്പൊ വീട്ടു തടങ്കലിലാണ്. പുറത്തേക്ക്. അപ്പൊ പുള്ളിക്കാരി ലാപ്ടോപ്പിൽ നിന്ന് ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എടുത്തിട്ട് മെസ്സേജ് ചെയ്തതാണ് എനിക്ക്, ഇതിന്ന് പുറത്ത് കിടക്കാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ ആ കാര്യത്തിൽ ഹെൽപ്ലെസ്. വീട്ടുകാര് അല്ലെ, അവരൊരു ഇനിഷ്യേറ്റീവ്, നമുക്ക് ആ കുട്ടിയുടെ വീട്ടിൽ പോകാനോ സംസാരിക്കാനോ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് പറയാം. അവർക്ക് പഠിത്തമെങ്കിലും കണ്ടിന്യൂ ചെയ്യണം, പക്ഷെ വീട്ടുകാര് സമ്മതിക്കില്ല എന്നല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കഥകൾ നമ്മൾ ഡെയിലി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കാനുള്ളൊരു ലേണിംഗ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. പോസിബിൾ? ഇതിപ്പോ സിനിമ കണ്ട് ഞാൻ സുരേഷേട്ടന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുമ്പോ അതിനകത്ത് സുരേഷേട്ടൻ പറയാ, എനിക്ക് സിനിമയൊന്നും വേണമെന്നില്ല, ചെറിയൊരു പാട്ടിന്റെ ബിറ്റൊക്കെ കേട്ടാ ഞാൻ കരയുന്നു. ഞാനപ്പോ മറ്റേ ജഗതിയുടെ മറ്റേ ലൈനില് പിഞ്ചു കുഞ്ഞാണല്ലോ, ആ സീനായിരുന്നു എന്റെ മനസ്സിൽ. ദൈവമേ, ഈ മനുഷ്യൻ നീ കാണുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ എന്ന്. സിനിമ കണ്ടൊക്കെ ഇരുന്ന് കരയും. വലിയ പാടാ. തിയേറ്ററിലൊക്കെ കരഞ്ഞ ആൾക്കാർ കാണുമ്പോഴേ നമുക്ക് ചമ്മലും. അപ്പൊ ആദ്യം ചോദിക്കും ഞാൻ, അങ്ങനത്തെ സീൻസ് ഒക്കെ ഉണ്ടോ, അങ്ങനത്തെ പോകുന്നുണ്ടോ, ചില പാട്ടിന്റെ വരികള് പക്ഷെ നമുക്കൊരു ബേസിക് ഒരു അതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പാട്ടിന്റെ ചെറിയ അങ്ങനെ പറയുന്നത് ഇമോഷണൽ ആണല്ലോ. ഉണ്ടാവും. ഇപ്പൊ നമ്മള് നിങ്ങൾ ആക്ടേഴ്സ് ഭയങ്കര. ഇപ്പൊ ഞാനിപ്പോ കുറച്ചു മുമ്പ് സിദ്ധുവിന്റെ അമ്മയെ കുറിച്ച് ഞാൻ കുറച്ചു മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. എനിക്ക് ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയി. അത്ര ചെറിയ സംഭവം മതി എനിക്ക്, അത് അത്ര അധികം ഉള്ളിലേക്ക് കയറിപ്പോകും. അയ്യോ, അത് ഈ പറഞ്ഞ മാതിരി ഞാൻ ഇപ്പോഴും, അതായത് നമ്മൾ യൂട്യൂബിൽ റാൻഡം ആയിട്ട് ഇങ്ങനെ മൂവി ക്ലിപ്സ് കാണുമല്ലോ. അപ്പൊ അതിൽ എപ്പോഴും എനിക്ക് മറ്റേ നപ്തനാരായണന്റെ മറ്റേ സാധനം വരും. അത് വരുമ്പോ വെറുതെ ഇരിക്കും സുരേഷ് ചേട്ടാ, വെറുതെ ഒരു കാര്യമില്ല, ഞാൻ ഭയങ്കര ചില്ലായിട്ടിരിക്കും. ഈ ഒരു സീൻ ഉണ്ട് അതിലെ ലളിതാമ്മ ഇങ്ങനെ പറയുന്ന, ഞാനിങ്ങനെ മുംബൈക്ക് പോവാണെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കണ്ട് ഈ പറഞ്ഞ കേട്ടോ എനിക്ക് കരഞ്ഞു പോകും മനുഷ്യൻ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരാളെ എങ്ങനെ അങ്ങനെ അത്ര കാര്യമായിട്ട് പറയാന്ന്, അത്ര കിടിലൻ ആർട്ടിസ്റ്റ് ആയിട്ട്. ഇതിൽ പാട്ടുണ്ടല്ലോ, അതായത് നീ എൻ സ്വർഗ സൗന്ദര്യമേ, അത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പും ഒക്കെ സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള പാട്ടാണ്. കൃത്യമായിട്ട് ആ പാട്ടിന്റെ അടുത്ത് ഉപയോഗിച്ചത് എന്താ? കാരണം നമുക്ക് ഒരുപാട് വിന്റേജ് പാട്ടുകൾ ഉണ്ടല്ലോ. ആ പാട്ട് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് ഒരു കാര്യം. പിന്നെ 2 റൈറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റൈറ്റ്സിനകത്ത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ കോപ്പിറൈറ്റ് നിയമങ്ങളൊക്കെ അത്രയും സ്ട്രിഞ്ചന്റ് ആണ് ഇപ്പം അതിനകത്ത്. പക്ഷെ എന്നാൽ ഈ പഴയകാല പല പാട്ടുകൾക്കും ആ റൈറ്റ്സിനകത്ത് ക്ലാരിറ്റി ഇല്ല. കാരണം അതൊന്നും ക്ലിയർ ആയിട്ട് പല എഗ്രിമെന്റ്സ് കാണത്തില്ല, അല്ലെങ്കിൽ പണ്ട് കൊടുത്തിട്ടുള്ളതാവും. അത് മ്യൂസിക് ലേബിൾസിന്റെ പോലും ഇതിനകത്ത് ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അന്ന് ചിലപ്പോൾ കാസറ്റിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വേറെ പർപ്പസ്, റൈറ്റ്സ് വേറെ ആളുടെ ഇതായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് ഇതിനകത്ത് സാങ്കേതികത്വമുണ്ട് തീർച്ചയായും. പടത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളും അടുത്ത അതെ അതാ ഞാൻ പറഞ്ഞ പാട്ട് ഉപയോഗിച്ചതാണല്ലോ. ദേവദൂതർ പാടി വന്നിട്ടുണ്ട് ആ സിനിമയിൽ നിന്ന്, കാതോട് കാതോരത്തിൽ നിന്നാണ്. അപ്പൊ ആ പാട്ട് ടൈംലെസ് ആണ്. അതെന്റെ ഒരു ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് അത് ഞങ്ങളൊരു 4-5 പാട്ടുകൾ
ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് ശ്രമിച്ചു തുടങ്ങിയത്. ഇതിന്റെ റൈറ്റ്സ് കൃത്യമായിട്ട് അവൈലബിൾ ആയിരുന്നു, അങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ശരിക്കും ദാസേട്ടന്റെ ശബ്ദം ഇട്ടോ. അത് ആരാ പാടിയിരിക്കുന്നത്? നിഖിലാണ് പാടിയത്. നിഖിൽ പഴയ ദാസേട്ടന്റെ ശബ്ദം. അപ്പൊ നോക്കിയപ്പോ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം സിംഗേഴ്സ് തോന്നി യേശുദാസ്, ദാസേട്ടൻ അമേരിക്കയിൽ നിന്ന് പാടിയിട്ട് പോയോ എന്ന് വിചാരിച്ചു. പിന്നെയാണ് നിഖിലിന്റെ ശബ്ദമാണ്. സുരേഷ് ചേട്ടാ, ഇനിയൊരു മണിരത്നം കോൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വിളിച്ചാ പുള്ളിക്ക് കൊള്ളാം. എന്റെ മനസ്സിലുള്ള ദേഷ്യം കുറച്ച് മാറി കിട്ടും, അല്ലെങ്കിൽ അതിങ്ങനെ നിൽക്കും. കാരണം എന്റെ കുറെ സമയം വെറുതെ കളഞ്ഞതാണ്. അപ്പൊ നല്ല പോയിട്ട് ലുക്ക് ടെസ്റ്റ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? കൺഫേം ചോദിച്ചാൽ എന്നെ ഓൾമോസ്റ്റ് ഒരു 3-4 months എന്നെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ ഡേറ്റിങ്ങിന് ഇടയ്ക്ക് വിളിച്ച് ബ്ലോക്ക് ചെയ്യും. ഞാൻ അങ്ങനെ വീട്ടിലിപ്പായി പാത്രം കഴുകലും കുക്കിംഗ് മാത്രമായി മാറി. മറ്റേ ഇടയ്ക്ക് അഭിനയിക്കാൻ മറ്റേതിനിടയ്ക്ക് അഭിനയിക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ പാത്രം കഴുകലും അടിച്ചു വാരല് ക്ലീൻ ചെയ്യലും മാത്രമായിട്ട് അങ്ങനെ കുറച്ചു കാലം പോയി. ഇപ്പൊ ആ ദേഷ്യം കിടപ്പുണ്ട് ഇങ്ങനെ. പക്ഷെ മൂപ്പരുടെ അസോസിയേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ വൺസ് പുള്ളി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും മൂപ്പരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു വിളി വരും. അപ്പൊ ആ ഒരു വിളിക്ക് ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അല്ലേ, തീർച്ചയായിട്ടും നമുക്ക് ആളെ കൺവിൻസിങ് സ്റ്റാർ വിളി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലെ? അറിയോ ആക്ച്വലി കൺവിൻസിങ് സ്റ്റാർ? എനിക്ക് അങ്ങനെ അറിയാൻ വയ്യ. എനിക്ക് അങ്ങനെ ഒരു റിയൽ ലൈഫിൽ ഞാൻ എന്താണ് ഈ കൺവിൻസിംഗ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പറഞ്ഞ് നമ്മളെ അതായത് ഇപ്പൊ പാട്ട് പാടട്ടെ എന്ന് ചോദിച്ച് പാട്ട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചില്ലേ പ്രൊമോയില്? അത് നടന്നില്ലല്ലോ, അപ്പൊ അതവിടെ തോറ്റു. അതുപോലെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് സെറ്റ് ആക്കാൻ പറ്റുന്ന ഒരാളാണോ എന്ന് ശരിക്കും ആണ്. ആണോ? സുരേഷിന് അങ്ങനെയല്ല, സുരേഷിന് ഭയങ്കര ഒരു കാമിങ് ഇൻഫ്ലുവൻസ് ആണ്. ചിലത് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പൊ റീസെന്റ് ഉണ്ടായ സംഭവം കഴിഞ്ഞ ആഴ്ച 4 ദിവസം മുമ്പ് ട്രിവാൻഡ്രത്ത് ഒരു സിനിമ സമരം ഉണ്ടായിരുന്നു സെൻസർ ബോർഡിനെതിരായിട്ട്. അപ്പൊ ഞങ്ങളുടെ അമ്മ സംഘടനയിൽ നിന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇരിക്കുന്ന ഒരു മീറ്റിംഗിലാണ് ആ ഡിസിഷൻ എടുക്കുന്നതൊക്കെ. അപ്പൊ എല്ലാവരും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട, ഞാൻ അവിടെ എത്തിക്കോളാം, എനിക്ക് വേറൊരു എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോഴേ അവര് പറയുന്നുണ്ട് പറ്റിക്കാനോ കൺവിൻസ് ചെയ്യാണോ ഉറപ്പായിട്ട് ഞാൻ വരുന്നു പറഞ്ഞു. പക്ഷെ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയ ശേഷം എനിക്ക് വേറെ ചെറിയ പേഴ്സണൽ ഒരു ഇത് ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ചു പോകുന്നത് മനഃപൂർവ്വം പറ്റിക്കുന്ന നല്ലതാണ്. അപ്പൊ യു ആർ എ കൺവിൻസിങ് സ്റ്റാർ. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. സുരേഷിന്റെ അടുത്ത് ഇപ്പം നമുക്കാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പേഴ്സണൽ ഇതൊക്കെ ഷെയർ ചെയ്ത സുരേഷ് ഏട്ടാ അതിനൊരു ഭയങ്കര അടിപൊളി ലിസണറാണ് പുള്ളി. അതുപോലെ അത് തിരിച്ച് നമുക്ക് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. അത് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാം, ഇത് ചെയ്യാം, അത് ചെയ്യാം. അതൊരു ശരിക്കും വരുന്ന ഒരാൾക്ക് അതൊരു ഭയങ്കര ധൈര്യം തരുന്ന ഭയങ്കര കംഫർട്ടിങ് ആണ്, ഭയങ്കര കാമിങ് ആണ് ആ അർത്ഥത്തിൽ. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് കണ്ടെത്താൻ കഴിയാത്തതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ അത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവരത് ഓക്കെ കൺവിൻസ്ഡ് ആവും. അപ്പൊ കൺവിൻസിങ് സ്റ്റാറിന്റെയും നമ്മുടെ റൊമാൻറ്റിക് സ്റ്റാർ അഭിലാഷത്തിന് ശേഷം അങ്ങനെ റൊമാൻറ്റിക് സ്റ്റാറിന്റെ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മൊത്തം എഫേർട്ട് തിയേറ്ററിൽ വമ്പൻ ഹിറ്റായി മാറട്ടെ. ഫ്ലാസ്ക് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് ബാക്കി പറയാം. ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.